സ്നേഹാമസാണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ മുമ്പിലുള്ള എക്സാം എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാം ആണ് അല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പാഠമായിരുന്നു എന്തെന്ന് പറയുന്നത് ജബ് ഗാന്ധിജിക്ക് ഘടി ചോരി ചലി ഗയി എന്ന് പറയുന്ന പാഠം അല്ലേ. എന്തായിരുന്നു അത്? ഗാന്ധിജിയുടെ വാച്ച്, ഘടി മീൻസ് എന്താണ്? വാച്ചാണ്. വാച്ച് കളഞ്ഞു പോയ സമയത്ത് എന്തോ ഒരു കഥയായിരുന്നോ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ അത് വായിച്ചവർക്ക് മാത്രമേ ഉള്ളൂ എന്താ സംഭവം എന്ന് കത്തുള്ളൂ അല്ലേ. ഒന്നുമില്ല, ആ ഒരു പാഠഭാഗത്തിൽ ചെറുതായിട്ടൊന്നും, അതല്ല നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇതൊന്ന് കത്തിച്ചു തരണം, എന്താണ് സംഭവം എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കുക, സ്വയം പ്രകാശ് എഴുതിയിട്ടുള്ള ഒരു ലേഖായിരുന്നു. കഥ തുടങ്ങുന്നത് എവിടെയാണ്? ഇന്ന കാലത്തല്ല, അന്ധകാലത്താണ്. നമുക്കറിയാം എന്താണ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉള്ള ഒരു കഥയാണ് പറയുന്നത് അല്ലെ. റിയൽ ആയിട്ടുള്ള സംഭവമാണ്. എന്താണ്? നമ്മുടെ ലോർഡ് മൗണ്ട് ബാറ്റൺ, നമുക്കറിയാം അന്ന് എന്താണ് നമ്മുടെ വൈസ്രോയി ആയിട്ടുള്ള, നമ്മുടെ ലാസ്റ്റ് വൈസ്രോയി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു അല്ലെ. അപ്പൊ ഈ ലോർഡ് മൗണ്ട് ബാറ്റൺ എന്ത് ചെയ്യാണ്? നമ്മുടെ ഭാരതം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ നമ്മുടെ ബാറ്റന് തോന്നുകയാണ് ഗാന്ധിജി ഉണ്ടല്ലോ, ഗാന്ധിജിയെ കാണാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഭാരതത്തിൽ ഒരു കാര്യങ്ങളും നീക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നുകയാണ്. അപ്പൊ ബാറ്റൺ എന്ത് ചെയ്തു? നമ്മുടെ ഗാന്ധിജിയെ ചായ സൽക്കാരത്തിന് വിളിച്ചു. അതായത് ചായയൊക്കെ കുടിച്ച് എന്താണ് കുറച്ച് ഭരണകാര്യങ്ങളൊക്കെ സംസാരിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അന്ന് എടുത്തിട്ടുള്ള ഒറിജിനൽ ഫോട്ടോ ആണെന്ന് കേട്ടോ. നമ്മുടെ ഗാന്ധിജി ഉണ്ട്, ബാറ്റന്റെ ഭാര്യ ഉണ്ട്, ബാറ്റൻ ഉണ്ട്, അങ്ങനെ കേട്ടോ. അപ്പം എന്താണ് ഈ ഒരു സമയത്ത് ഇവർക്ക് തോന്നുകയാണ് ഗാന്ധിജിയെ ചായക്ക്, അത്രയ്ക്കും വലിയൊരാളെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചായക്ക് വിളിക്കാൻ പോകുന്നത്, ചായ സൽക്കാരത്തിന് വിളിക്കാൻ പോകുന്നത്. അപ്പൊ അവരെന്തൊക്കെ ഭക്ഷണം കഴിക്കും? പാല് കുടിക്കോ, എന്താണ് ചായ കുടിക്കോ? അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഡൗട്ടുകളാണ് ആർക്ക്? നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയ്ക്കുള്ളത്. അപ്പൊ നമ്മുടെ ആ ഒരു കഥയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത്, ഈ ഒരു കുറെ ഡൗട്ടുകൾ ആർക്ക് വന്നിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഈ ഒരു മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടാളും തമ്മിൽ സംസാരിച്ചിട്ടുള്ള കോൺവെർസേഷൻ എന്ത് ചോദിക്കാറുണ്ട്? മക്കൾക്ക് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇപ്രാവശ്യം അത് തന്നെ എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ. നോക്കിക്കേ, എന്തായിരുന്നു? ബാത്ചീത് ലിഖെ എന്ന് പറഞ്ഞിട്ട് അല്ലെ. ബാത്ചീത് എന്ന് വെച്ചാൽ എന്താണ്? കോൺവെർസേഷൻ എന്നുള്ള അർത്ഥമാണ്. ചില സമയങ്ങളിൽ ഇത് വാർത്താലാപ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ട് ചോദിച്ചാലും എന്താണ്? കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം മക്കൾ ആലോചിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിക്കേ, ഗാന്ധിജിക്ക് ചായ് പാർട്ടിക്ക് തയ്യാറിയോം കെ ബാരെ മേ. നമ്മുടെ ചായ് പാർട്ടി, നമ്മൾ ഇതിൽ ചായ് പാർട്ടി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഗാന്ധിജിയെ ചായ പാർട്ടിക്ക് വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആ തയ്യാറെടുപ്പുകൾ ഉണ്ട് അല്ലെ. അതിനു വേണ്ടിയിട്ട് ലേഡി മൗണ്ട് ബാറ്റൺ ഓർ ലോർഡ് മൗണ്ട് ബാറ്റൺ കെ ബീച്ച് കി സംഭാവിത് ബാത്ചീത് തയ്യാർ കരെ എന്നാണ് പറഞ്ഞത്. നമ്മുടെ ലേഡി മൗണ്ട് ബാറ്റണും മൗണ്ട് ബാറ്റൻ പ്രഭുവും തമ്മിലുള്ള എന്ത്? സംഭാവിത്, നടക്കാൻ സാധ്യതയുള്ള, സംഭാവിത് മീൻസ് എന്താണ്? സാധ്യതയുള്ള ബാത്ചീത് തയ്യാർ കരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ വാർത്താലാപ് തയ്യാർ കരെ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ എന്തുണ്ട്? കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ എന്താണ്? ആ ബാറ്റൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എന്താണ് ഇല്ലാത്തതുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് ഫില്ല് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സംഭാഷണം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ആദ്യം നമുക്ക് ആരാണ് സംസാരിക്കുന്നത്? മൗണ്ട് ബാറ്റൺ ആയിക്കോട്ടെ അല്ലെ. മൗണ്ട് ബാറ്റൺ സംസാരിക്കുകയാണ് കേട്ടോ. നോക്കാം, ചായ് പാർട്ടിക്ക് സുഖമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. വലിയ എന്തില്ല, കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ആക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു പാഠം മൊത്തം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? ചായ് പാർട്ടിക്ക് തയ്യാറിയാം ഷുറു കിയാ ക്യാ എന്താ ചോദിച്ചിട്ടുള്ളത്? ചായ പാർട്ടിയുടെ തയ്യാറെടുപ്പുകളൊക്കെ ഷുറു കിയാ എന്ന് വെച്ചതാണ് ആരംഭിച്ചോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണ്. നമ്മുടെ ബാറ്റൻ ചോദിക്കുകയാണ് നമ്മുടെ ആരോട്? ലേഡി മൗണ്ട് ബാറ്റനോട്. നമുക്ക് എന്ത് ചെയ്യാം? ലേഡി മൗണ്ട് ബാറ്റൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ശ്രീമതി മൗണ്ട് ബാറ്റൻ എന്ന് എഴുതാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. മിസ്സസ് എന്ത് ചെയ്യാം? മൗണ്ട് ബാറ്റൻ എന്ന് എഴുതാം. പക്ഷെ എന്തായാലും എന്താണ്, നമ്മള് മൗണ്ട് ബാറ്റന്റെ കൂടെ ശ്രീമതിയോ അല്ലെങ്കിൽ ലേഡിയോ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്, മൗണ്ട് ബാറ്റൻ ചായ പാർട്ടിയുടെ തയ്യാറിയൊക്കെ എന്താണ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ശ്രീമതി മൗണ്ട് ബാറ്റൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? നോക്കണേ, നിഹി ഇല്ല, അഭി തോടി സന്ദേഹമേ ഹോ. നോക്കി എന്താ പറഞ്ഞത്? അഭി ഇപ്പൊ ഉണ്ടല്ലോ, തോടി സന്ദേഹ് എന്ന് വെച്ചാൽ കുറച്ച് എന്തൊക്കെയോ ഡൗട്ടിലാണ്. ഞാൻ പറഞ്ഞു എന്താണ്, ഫുൾ ഡൗട്ടാണ് നമ്മുടെ ആർക്ക്? മൗണ്ട് ബാറ്റന്റെ ഭാര്യയ്ക്ക്. എന്താണ്, ചായ കുടിക്കോ, പാല് കുടിക്കോ, ഇനിയിപ്പം നിലത്തിരുന്നിട്ടാണോ അല്ലെങ്കിൽ മേശയിലും കസേരയിലൊക്കെ ഇരുന്നിട്ടാണോ കഴിക്കുക, വെജിറ്റേറിയൻ ആണോ, എന്താണ് മാംസാഹാരിയാണോ, അങ്ങനത്തെ ഇഷ്ടം പോലെ ഡൗട്ടുകളാണ് ആർക്കുള്ളത്? മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ്, ആ ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേ,
നഹി ഇല്ല. അപ്പൊ ഈ തോടി സന്ദേഹമേഹു അല്ലെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ഞാൻ കുറച്ച് സന്ദേഹത്തിലാണ്, സന്ദേഹം എന്ന് വെച്ചാൽ കുറച്ച് ഡൗട്ടിലാണ് കേട്ടോ എന്ന് പറയാണ് അല്ലെ. അപ്പൊ നമ്മുടെ മൗണ്ട് ബാറ്റൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ക്യാ ഹുവാ, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അല്ലെ. ക്യാ ഹുവാ എന്ന് ചോദിക്കുകയാണ് അല്ലെ, സാധാരണ പോലെ. അപ്പൊ ശ്രീമതി മൗണ്ട് ബാറ്റൻ പറഞ്ഞു എന്താണ്? ഗാന്ധിജി ചായ പിയേഗിയ ദൂത്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഗാന്ധിജി. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ അതേപോലെ തന്നിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റിലുള്ള അതേ സെന്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കോൺവെർസേഷൻ ആക്കി മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാറ്റൻ പറയുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നോക്കണേ, ശ്രീമതി മൗണ്ട് ബാറ്റൻ എന്ത് ചോദിച്ചു? ഗാന്ധിജി ചായ പിയേഗെ, ചായ കുടിക്കോ പാല് കുടിക്കോ? ദൂത് മീൻസ് എന്താണ്? പാല് കുടിക്കോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മൗണ്ട് ബാറ്റൻ എന്ത് പറയും? ദോനോ ബനാവോ. മൗണ്ട് ബാറ്റനും അറിയത്തുന്നില്ല നമ്മുടെ ഗാന്ധിജി എന്താ കുടിക്കാന്നുള്ള കാര്യം അല്ലെ. അപ്പൊ മൗണ്ട് ബാറ്റൻ എന്ത് പറഞ്ഞു? ദോനോ ബനാവോ, രണ്ടും അങ്ങ് നിർമ്മിച്ചോ, രണ്ടും ഉണ്ടാക്കിക്കോ എന്ന് പറയാണ് അല്ലെ. അടുത്ത ശ്രീമതി മൗണ്ട് ബാറ്റന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, വി ശാക്കാഹാരി ഹെയാ മാംസാഹാരി. എന്താ ചോദിച്ചിട്ടുള്ളത്? ശാക്കാഹാരി. ശാക്കാഹാരി മീൻസ് എന്താണ്? വെജിറ്റേറിയൻ എന്നുള്ള അർത്ഥമാണ്. മാംസാഹാരി എന്ന് വെച്ചാൽ എന്താണ്? ആ നോൺ വെജിറ്റേറിയൻ എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ വെജിറ്റേറിയൻ ആണോ ഇനി നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മൗണ്ട് ബാറ്റന് എല്ലാത്തിനും കൃത്യമായ അഭിപ്രായം ഉണ്ട് കേട്ടോ. മൂപ്പര് എന്താ പറഞ്ഞത്? വി ശാക്കാഹാരി അല്ലെ. നോക്കിക്കേ, ശാക്കാഹാരി ഓക്കെ, വെജിറ്റേറിയൻ ആയിരിക്കും. ഗാന്ധിജി ആണല്ലോ, വെജിറ്റേറിയൻ ആവാനാണ് സാധ്യത അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ ഗാന്ധിജി വെജിറ്റേറിയൻ ആയിരുന്നു അല്ലെ. അപ്പൊ എന്താണ്? ശാക്കാഹാരി ആയിരിക്കും എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ശ്രീമതി മൗണ്ട് ബാറ്റന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കുർസി മേസ്ബർ പൈറ്റ്കർ നാശ്ത കരേഗയാ ഫർഷ് പർ. കുർസി എന്ന് വെച്ചാൽ എന്താണ്? കസേരയാണ്. മേസ് എന്ന് വെച്ചാൽ മേശയാണ് അല്ലെ. അപ്പൊ കുർസിയിലും മേശയിലൊക്കെ ഇരുന്നിട്ടാണോ കഴിക്കുക, അല്ലെങ്കിൽ ഫർഷ് പർ. ഫർഷ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലോർ ആണ്, നിലത്ത്. നമുക്ക് അറിയാൻ പാടില്ലല്ലോ ഗാന്ധിജി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം അല്ലെ. അപ്പൊ നമ്മുടെ മൗണ്ട് ബാറ്റന്റെ ഭാര്യയുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ്? കുർസി മേസിലിരിക്കോ അല്ലെങ്കിൽ ഫർഷിലിരിക്കോ? അപ്പൊ നമ്മുടെ ആര് മൗണ്ട് ബാറ്റൻ പറഞ്ഞിട്ടുണ്ടാവും മേസ്ബർ. മേശയിൽ ഇരുത്തിയാൽ മതി, ഗസ്റ്റ് ഒക്കെ അല്ലേ. അപ്പൊ എന്താണ്? നമുക്ക് മേസ്ബർ എന്ന് പറഞ്ഞാൽ സിമ്പിളാ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ശ്രീമതി മൗണ്ട് ബാറ്റന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തായിരുന്നു? ഉസ് ദിൻ, ആ ഒരു ദിവസം ഗാന്ധിജി കാ ഉപവാസ് തോ നഹീ രേഗ. ഉപവാസം. നമ്മുടെ ഗാന്ധിജി ഇടയ്ക്കിടയ്ക്ക് എന്താണ്? ഉപവാസത്തിനൊക്കെ ഇരിക്കുന്ന ആളാണല്ലേ. ചില സമയം എന്താണ്? ഭക്ഷണം നിരാഹാരമൊക്കെ കഴിക്കുന്ന നിരാഹാരമൊക്കെ എന്താണ് പാലിക്കുന്ന കുറച്ച് ആളാണ്. അപ്പൊ എന്താണ്? ചില സമയം എന്തായിരിക്കില്ല? ഭക്ഷണം കഴിക്കത്തില്ല അല്ലെ. അപ്പൊ നമ്മുടെ ലേഡി മൗണ്ട് ബാറ്റന്റെ എന്താണ് ഡൗട്ട് ഇതാണ്, എന്താണ്? ഉസ് ദിൻ, ആ ഒരു ദിവസം ഗാന്ധിജി കാ ഉപവാസ് തോ നഹീ ഹോഗി അല്ലെ. നോക്കി, എന്താണ്? ഉപവാസം ഒന്നും അല്ലല്ലോ അല്ലെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മൗണ്ട് ബാറ്റൻ എന്ത് പറഞ്ഞു നോക്കിയേ? പത്താനഹി, അറിയില്ല. പത്താനഹി മീൻസ് എന്താണ്? അറിയില്ല. അറിയോ? നമ്മുടെ മൗണ്ട് ബാറ്റൻ അറിയുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ പത്താനഹി എന്ന് പറഞ്ഞു. എന്നിട്ടോ ഉസ് സമയ ജോ ടീക്ക് ലഗേഗ വഹി കർലൂങ്ക. അപ്പൊ നമുക്ക് എന്താണോ ടീക്ക് ആയിട്ടുള്ളത്, ഓക്കെ ആയിട്ട് തോന്നുന്നത്, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? കാര്യങ്ങൾ ചെയ്യാം അല്ലെ. വഹി കർലൂങ്ക, ആ ഒരു കാര്യം ചെയ്യാം. അതായത് ഉപവാസിറ്റി ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, നീ പേടിക്കേണ്ട എന്നുള്ള പോലത്തെ ഒരു വർത്താനം ആര് പറയാണ്? നമ്മുടെ മൗണ്ട് ബാറ്റൻ പറയാണ്. ഓക്കെ, ഇനി ലാസ്റ്റിലോട്ട് കിടക്കുകയാണ് നമ്മുടെ സംഭാഷണം. നോക്കിക്കേ, ശ്രീമതി മൗണ്ട് ബാറ്റൻ ചോദിച്ചു, ഗാന്ധിജി കെ സാത്ത് കിത്തനെ ലോഗ് ആയേഗെ ഓർ വേ ക്യാ ഖായേഗെ. എന്താ ചോദിച്ചിട്ടുള്ളത്? ഗാന്ധിജി കെ സാത്ത് കിത്തനെ. കിത്തനെ മീൻസ് എന്താണ്? എത്ര ലോഗ് ആയേഗെ, എത്ര ജനങ്ങൾ വരും. കുറച്ച് ആൾക്കാർ, ഗാന്ധിജി ഒറ്റയ്ക്ക് നടന്നു വരത്തില്ലല്ലോ, കുറച്ച് അനുയായികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഗാന്ധിജിയുടെ കൂടെ എത്ര ആൾക്കാർ വരും എന്ന് ചോദിക്കുകയാണ്. അത് മാത്രമല്ല, അവര് ക്യാ ഖായെങ്കെ, അവരെന്ത് കഴിക്കും എന്നുള്ള ഡൗട്ട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മൗണ്ട് ബാറ്റൻ എന്ത് പറഞ്ഞു നോക്കിക്കേ? ലഗ്ബഗ് 10 ലോഗ്, ഒരു 10 ആൾക്കാർ കിടക്കട്ടല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ പറയാം അല്ലെ. നോക്കിക്കേ, എന്താണ്? ലഗ്ബഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഏകദേശം എന്നുള്ള അർത്ഥമാണ്. ലഗ്ബഗ് എന്ന് വെച്ചാൽ ഏകദേശം 10 ലോഗ് ആയേഗെ, ഒരു 10 ആൾക്കാർ വരുമായിരിക്കും എന്ന് പറയാണ്. ഇസ്ലിയെ ഹർ തറ കെ എന്ന് ചേർത്തോളൂ കേട്ടോ. ഹർ തറ കെ ഖാന തയ്യാർ കർലോ. എല്ലാ ടൈപ്പ് ഖാനയും ഫുഡും എന്ത് ചെയ്തോളൂ? തയ്യാറാക്കി വെച്ചോളൂ എന്ന് പറയാണ് നമ്മുടെ മൗണ്ട് ബാറ്റൻ കേട്ടോ. അപ്പൊ ശ്രീമതി മൗണ്ട് ബാറ്റൻ എന്ത് പറഞ്ഞു? ടീക്കേ, ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തോളാം, ഞാൻ എല്ലാ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചോളാം എന്ന് പറയാണ്. ഓക്കെ, മൗണ്ട് ബാറ്റൻ എന്ത് പറഞ്ഞു? ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചിട്ടില്ലെങ്കിൽ പോയില്ലേ. എന്താ ഡയലോഗ്? തയ്യാറീമേ, തയ്യാറെടുപ്പുകളില് കൊയ് ഗൽത്തി നെഹി ഹോനി ചാഹിയെ, ഒരു തെറ്റും പറ്റില്ല. കാരണം എന്താണ്? വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തയ്യാറെടുപ്പിലൊന്നും മാത്രമല്ല, എന്താണ് ഇതൊക്കെ വലിയ വാർത്തയാവാൻ പോകുന്ന സംഭവമാണ്, ഹിസ്റ്ററിയിലൊക്കെ വരാനുള്ള ഒരു സംഭവമാണ്. ആർക്ക് ബോധ്യമുണ്ട്? മൗണ്ട് ബാറ്റന് ബോധ്യമുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞതാ. നാളത്തെ പത്രത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വളരെ പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് ഗൽത്തികളൊന്നും തെറ്റുകളൊന്നും എന്തുണ്ടാവില്ല, നെഹി ഹോനി ചാഹിയെ എന്ന് പറയാണല്ലേ, ഉണ്ടാകാനേ പാടില്ല എന്ന് പറയാണ്. അപ്പൊ ശ്രീമതി മൗണ്ട് ബാറ്റൻ എന്ത് പറയുന്നു?
ജി. ഓക്കെ, ജി എന്ന് പറയാണ് അല്ലെ, വളരെ റെസ്പെക്ടോട് കൂടി പറയാണ്. സാരി ജിമ്മേദാരി. ജിമ്മേദാരി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ജിമ്മ എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ട്. ജിമ്മയും ജിമ്മേദാരിയും ഒക്കെ എന്താണ്? റെസ്പോൺസിബിലിറ്റി ആണ്, ഉത്തരവാദിത്വമാണ് അല്ലെ. അപ്പൊ സാരി ജിമ്മേദാരി എന്താണ്? മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഖുദ് കർലൂങ്കി, ഞാൻ എന്ത് ചെയ്യും? ഖുദ് കർലൂങ്കി. ഖുദ് എന്ന് വെച്ചാൽ സ്വയം ചെയ്തോളാം, ഒരു തെറ്റും വരില്ല, ഞാൻ ഉണ്ടല്ലോ, ഞാൻ സൂപ്പർ ആയിട്ട് ചെയ്യും എന്നാര് പറയാണ്? നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യ പറയാണ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെയധികം മക്കൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാം. എന്താണ്? ഇത്രയും ഭക്ഷണമൊക്കെ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ആ ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ പാഠം നമുക്ക് എന്താണ്? നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഓക്കെ, ഇത് മിസ് വേണമെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാം, മക്കൾക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതി തരാം. അതായത് മൊത്തം നമ്മുടെ പാഠം ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് 10 കീ പോയിന്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ മുഴുവൻ പാഠത്തിനെയും പഠിക്കാം. അങ്ങനത്തെ കീ പോയിന്റ്സ് വേണം എന്നുള്ളൊരു നമ്മുടെ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ ശ്രീമതി മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തി. പിന്നെ നമുക്ക് അറിയാമായിരുന്നു അല്ലെ എന്തൊക്കെയായിരുന്നു. നമ്മുടെ മൗണ്ട് ബാറ്റൻ ഇഷ്ടംപോലെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കൂളറൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് AC ഒക്കെ ഇട്ട് കൂളറൊക്കെ ഇട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഗാന്ധിജി കൺവിൻസ്ഡ് ആയില്ല. അതേപോലെ തന്നെ ഭക്ഷണം ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തില്ല? ഭക്ഷണം കഴിച്ചില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ വന്നു പോകുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ കീ പോയിന്റ്സ് ആയിട്ട് വേണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഈ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഗാന്ധിജി ഫയർ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് നമ്മുടെ പാഠം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പം എന്താണ്? ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ വേഗം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കലോത്സവമൊക്കെ ആയിട്ട് കുറേ നോട്ട്സും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടാവും മക്കൾക്ക്. അപ്പൊ പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കിത് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ച് ഉള്ളത്, നമ്മുടെ നിഞ്ച ബാച്ച് ഉള്ളത്. അപ്പൊ ഇതുവരെ ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ചേരണം. ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. വേഗം എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നമുക്ക് വളരെ ഉപകാരപ്പെടും. കാരണം എന്താണ്? എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഇപ്പൊ ഹിന്ദിയുടെ ഒക്കെ കേസിലാണെങ്കിൽ മക്കൾക്ക് പ്രോപ്പർ നോട്ട് കിട്ടും. ഇപ്പൊ ഈ സംഭാഷണം മാത്രമല്ല ഈ പാഠത്തത് വരെ അല്ലെ, ഡയറി വരാനുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്, കുറെ മാത്സ് ഫോളോയിങ് വരാനുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആപ്പിൽ പറയുന്നുണ്ട്. യൂട്യൂബിൽ നമുക്ക് ഫുൾ പറഞ്ഞു തരാൻ പറ്റി എന്ന് വരില്ല. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? എന്റെ മക്കളെ വേഗം എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് എന്ത് ചെയ്യും? ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.